അസ്സലാമു അലൈക്കും ഹായോൾ. അപ്പോൾ എങ്ങനെ നോമ്പൊക്കെ തുടങ്ങിയിട്ട് റാഹത്ത് തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ നോമ്പോരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കുറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയതിൻ്റെ ഭാഗ്യമായിട്ട് നിങ്ങളൊന്നും ലോങ് വീഡിയോ കാണാനില്ല, കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കിച്ചണിൽ തന്നെ ഉണ്ടാകുന്ന ആൾക്കാർ പെട്ടെന്ന് വേറൊന്നിലേക്കും ഇൻവോൾവ്ഡ് ആകുമ്പോൾ ഉള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങൾ എനിക്ക് വരുന്നുണ്ട്. അതൊന്ന് സെറ്റായി കിട്ടണം. ഒന്നാമത് നമ്മളെ നോർമൽ ലൈഫ് പോലെയല്ല, വീഡിയോയിലേക്ക് മാറുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് പോകും. ഞാനിപ്പോൾ കിച്ചണിൽ മാക്സിമം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് പോകാമെന്നുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല. നമുക്ക് സമയം കിട്ടുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്, ഫിഷ് പൊരിച്ചെടുക്കുന്നുണ്ട്, അമ്മൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ ഇന്നത്തെ എൻ്റെ മെനു. പിന്നെ എന്തെങ്കിലും രണ്ട് തരം സ്നാക്സും ഉണ്ടാക്കണം, എല്ലാം വേണം. ഒന്നിനും കുറവ് വരാൻ പാടില്ല, എന്നാലും എളുപ്പത്തിലായിരിക്കണം, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണം. കിച്ചണിൽ കുറേ എല്ലേലും എനിക്ക് ഞാൻ സ്വതവേ ഇപ്പം എനിക്ക് സമയക്കുറവുണ്ട്, അങ്ങനെ അഹങ്കാരത്തിൽ പറയുന്നതല്ല. എന്നാലും നമുക്ക് ഭയങ്കര ഓർഡർ എന്നല്ല, നമുക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജ് വരും, അതിന് റീപ്ലൈ കൊടുക്കാൻ ഇങ്ങനെ ഇരിക്കണം. അതാണ് മെയിനായിട്ട്. ഫോൺ നോക്കി 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 നമുക്ക് കണ്ണ് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മളെ വിളിക്കുന്ന ആൾക്കാർക്കോ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കോ റീപ്ലൈ കൊടുക്കുന്നതിനുള്ള സമയം കുറവാണ്. പിന്നെ നോമ്പ് തുടങ്ങിയാൽ നിങ്ങൾക്കറിയില്ല, അത്യാവശ്യം നമുക്ക് നമ്മളതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സമയക്കുറവ് അങ്ങനെയും വരുന്നുണ്ട്. അല്ലെങ്കിലും എനിക്ക് നോമ്പിൻ്റെ സമയത്ത് കിച്ചണിൽ അസറിന് വന്നിട്ട് മഗ്‌രിബിനേക്ക് എല്ലാ പരിപാടിയും കഴിച്ച് കയറാമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. രാവിലെ മുതലേ കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ നോമ്പെടുത്തിട്ട് അതിനോട് താല്പര്യം ഇല്ലാത്തൊരാളുമാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ നോമ്പ് കാലത്ത് പരീക്ഷണങ്ങൾ അധികം ചെയ്യാറില്ല, ഭയങ്കര റെസിപ്പീസൊന്നും ചെയ്യാറില്ല. കാരണം തിന്നാനുണ്ടാക്കുന്ന മാസമായിട്ട് നോമ്പിനെ ഞാൻ അങ്ങനെ കാണാറുമില്ല. ഞാൻ മാക്സിമം എളുപ്പത്തിൽ എന്താ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ കുറച്ച് ടേസ്റ്റും വേണം, കുട്ടികളൊക്കെ കഴിക്കുന്ന മെനു ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിയുന്നത് ഈസി ആയിട്ട് സ്നാക്സ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ പോളകളാണ്. പക്ഷേ ഇവിടെ എൻ്റെ മക്കൾക്ക് പോള പറ്റില്ല കേട്ടോ. ഇപ്പം ഞാൻ കുതിർത്തത് കസ്കസാണ്. കസ്കസ് വിൽക്കും മുകിലേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നോമ്പ് തുറന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കല്ല നല്ല ചൂടുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥ കേട്ടോ പറയുന്നത്. നമുക്ക് ഇടയ്ക്കിടെ വെള്ളം കുടിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ കസ്കസ് ഇട്ട് ചെറുനാരങ്ങ അത് മസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. ഉമ്മയും ഉപ്പയും ഒപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മെനുവിൽ മൊത്തം ഫിഷ് കയറി കിടക്കുന്നത്. കാരണം ഉമ്മ ചിക്കൻ കഴിക്കില്ല, ഇറച്ചി കഴിക്കില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് തരം ആക്കുന്നതിൽ നല്ലത്. പിന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനൊപ്പം കുറച്ച് ചിക്കനും കൂടി മസാല പുരട്ടി, അതാണ് കാരണം. എൻ്റെ മക്കൾക്ക് ഫിഷ് വലിയ ഇഷ്ടമല്ല, നോമ്പല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് അവരെ ഇഷ്ടവും കൂടി നോക്കണമല്ലോ, അങ്ങനെ. അപ്പോൾ പിന്നെ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെമ്മീൻ വെച്ചിട്ട് കുറച്ച് ഇറച്ചിപ്പത്തിരി പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. ചിക്കൻ ഇടുന്നതിന് പകരം നമ്മൾ ചെമ്മീൻ ഇടുന്നു. പക്ഷേ നല്ല ഫ്ലേവറാട്ടോ. നമ്മൾ ചെമ്മീൻ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ്. അതെന്താണെന്നറിയില്ല കേട്ടോ. ചെമ്മീൻ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ. കാരണം ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫില്ലിങ് ചെമ്മീൻ ആഡ് ചെയ്തത് നല്ലതാണ്. ചിക്കനെക്കാട്ടും നല്ല ഫ്ലേവറായിരിക്കും ചെമ്മീൻ. പിന്നെ ഞാൻ പൊടി വയ്ക്കുന്ന സമയത്ത് മൈദേൻ്റെ ഒപ്പം ഇത്തിരി ഗോതമ്പ് മാവും കൂടി ഇടും കേട്ടോ. എന്നാലും നമുക്ക് നല്ല കുറേ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഹാർഡ് ഫീൽ ചെയ്യും. വെറും മൈദ മാവിൽ കുഴച്ചാൽ നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത രീതിയിലാവും നമ്മൾ ഇറച്ചിപ്പത്തിൽ. അത് മാറ്റാൻ ഞാൻ പകുതിയോളം ഗോതമ്പ് മാവ് ചേർക്കലുണ്ട്. പിന്നെ ഇതിൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഒന്ന് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്ത്, പിന്നെ പാത്രം കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചീനച്ചട്ടി. എന്തായാലും ഇപ്പോൾ അത് പൊരിച്ചെടുക്കാൻ ചീനച്ചട്ടി വേണമല്ലോ. അപ്പോൾ അതിൽ തന്നെ ചെമ്മീൻ പൊരിച്ച് അതിൽ തന്നെ മസാല ഉണ്ടാക്കി അതിൽ തന്നെ പൊരിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ പിന്നെ ലാസ്റ്റ് എൻ്റെ പാത്രങ്ങൾ കൂടി വരും കേട്ടോ. കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അത്രയും മതി. പിന്നെ പച്ചമുളകിൻ്റെ ഫ്ലേവറും കുരുമുളക് പൊടിൻ്റെ ഫ്ലേവറും ആയിരിക്കും മസാലക്ക് നല്ലത്. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് മാത്രം ഇത്തിരി ഞാൻ കാശ്മീർ ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. എരിവിനാവശ്യമായിട്ട് പച്ചമുളക് കുരുമുളക് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ എന്ത് ഫില്ലിംഗ് ആയിക്കോട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തത്. ചെമ്മീൻ ചെറുതായി മുറിച്ച് കൊടുത്തിട്ട് അത് ഇതിലിട്ട് കൊടുത്ത് വേണേൽ കറിവേപ്പില, മല്ലിയില. ഞാൻ പിന്നെ ഷോപ്പിൽ നിന്ന് കറിവേപ്പില മല്ലിയിലയും വാങ്ങാൻ മടിയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലാണ് ഞാൻ അധികം ഉപയോഗിക്കൽ. അപ്പോൾ കറിവേപ്പില സ്റ്റോക്ക് ഉണ്ട്, മല്ലിയിലൊന്നും ഇപ്പോൾ ഇല്ല. കറിവേപ്പില പോയി പറിക്കാനുള്ള മടി കൊണ്ട് ഞാൻ പറിച്ചിട്ടില്ല, ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഫില്ലിങ്ങിലേക്ക്. ബാക്കി ഞാൻ വിചാരിച്ച് ഉപ്പ നനക്കാൻ ഇറങ്ങും, ആ സമയത്ത് പറയും കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ ഉപ്പ പൊട്ടിച്ചുകൊണ്ട് തരും. അപ്പോൾ ഇല്ല, നമ്മൾ അമ്മൂസ് അടിക്കുന്നുണ്ട്. പിന്നെ കപ്പയാട്ടോ മുറിച്ചെടുക്കുന്നത്. അമ്മൂസിലേക്ക് തൈര്, തഹിന എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തൈരും പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് അമ്മൂസ് സെറ്റാക്കി മാറ്റി ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ കുറച്ച് ഫ്രൈ ആക്കി വെക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ കഴിച്ചോട്ടെ, ഫിഷ് ഇഷ്ടപ്പെടുന്നവർ ഫിഷ് കഴിച്ചോട്ടെ, അങ്ങനെ ആ ഒരു രീതിക്ക്. റമളാനിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും സോറി ഇങ്ങനെ മെസ്സേജ് നമുക്ക് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത്. പിന്നെ
ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചേ നോമ്പ് തുറന്നാൽ കഴിക്കാൻ പറ്റുള്ളൂ. ആ കഴിക്കുന്ന ഫുഡ് ടേസ്റ്റുള്ള കുറച്ച് മതി എല്ലാവർക്കും. നമ്മൾ നോമ്പെടുത്താൽ വിചാരിക്കും ഒരുപാട് കഴിക്കാമെന്നല്ലേ, നോമ്പ് തുറന്നാൽ അത്രയൊന്നും കഴിക്കാനായില്ല. അപ്പോൾ നല്ലോണം കപ്പ മഞ്ഞൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയിൽ ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കട്ടെ. അത്രേ പണിയുള്ളൂ. കഞ്ഞിയും കപ്പയുമാണ് ഇന്ന് നമ്മൾ. പിന്നെ ഇതിങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ പരിപാടി കഴിഞ്ഞ്. പക്ഷേ എങ്കിൽ ഇത് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പീസ് തന്നെയാണ്. ഞാനെപ്പോഴും കിച്ചണിൽ ഇറങ്ങും വിചാരിക്കും എന്തെങ്കിലും വെറൈറ്റി. പക്ഷേ എങ്കിൽ പിന്നെ വിചാരിക്കും വേണ്ട, അതിന് ഇത്രയും സമയം കിച്ചണിൽ അങ്ങ് പോകുന്ന നല്ല സമയത്ത് അപ്പോൾ നിൽക്കലില്ല. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം നാടൻ ഐറ്റംസ്, ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഇതിൽ അവർക്കും ഇഷ്ടം ഈ ഉന്നക്കായ, ഇറച്ചിപ്പത്തിൽ, പെട്ടിപ്പത്തിൽ, റൊട്ടി നിറച്ചത്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടം. എന്നെപ്പോലെ തന്നെ അത് അവർക്ക് ഇപ്പോൾ എത്ര മോഡേൺ ആയിട്ടുള്ള ബർഗർ വേണമെന്നൊന്ന് ചോദിച്ചാൽ അവർ നോമ്പിന് പറയും വേണ്ട. അതെന്തുകൊണ്ടാണ് അല്ലാത്ത സമയത്ത് കഴിക്കുക. പാസ്ത ഒക്കെ നോമ്പെടുത്ത് അവർ പറയും വേണ്ടുമ്മ നമുക്ക് തന്നെയാണ് നല്ലത്. കുറച്ച് മുട്ടപ്പോളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ വെച്ചിട്ടുള്ള ഇതുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടപ്പോള എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ അതാവുമ്പോൾ മക്കൾ അവിടെ നിന്ന് ബീറ്റ് ചെയ്ത് തരും, പിന്നെ എടുത്തങ്ങ് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്രയും സമയം എനിക്ക് കിട്ടും. ഒന്നാമതിൽ നിന്ന് 2 പരത്തൽ പരിപാടി ഉണ്ട്. ഒന്ന് ചപ്പാത്തി, ഒന്ന് നമ്മൾ ചെമ്മീൻ്റെ പത്തിൽ പരത്തി. അപ്പോൾ 2 പരത്താൻ സമയം പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മോളെടുത്ത് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്ത് എല്ലാം സെറ്റാക്കി വെച്ച് അവൾ അവിടെ നിന്ന് ബീറ്റ് ചെയ്ത് തന്ന് ആ ഒരു സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ജോലി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കി ബാലൻസ് ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ ഈസിയായി കഴിഞ്ഞ് കിട്ടും. അത്രയേ ഉള്ളൂ. വ്ളോഗ് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് ചെയ്യാനുള്ള മൂഡില്ലായിട്ടോ അല്ല, ഇഷ്ടക്കുറവുള്ള എനിക്കിഷ്ടമാണ് അങ്ങനെ കുക്കിംഗ് വീഡിയോ എടുക്കാനും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. ഗ്യാസ് സ്റ്റോപ്പ് കണ്ടില്ല, പുതിയ വാങ്ങിച്ചതാണേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഗ്യാസ് സ്റ്റോപ്പ് ഏതാ വാങ്ങിച്ചതെന്ന് പറയണമെന്നൊക്കെ. പക്ഷെ പറയാത്തതെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂസ് പറഞ്ഞുതരാം. ചൂടുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ നോമ്പിൻ്റെ ഫസ്റ്റ് ദിവസവും അങ്ങനെയാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ബേക്കിംഗ് പൗഡറൊന്നും ഇടാണ്ട് തന്നെ നല്ലോണം മുട്ടപ്പുള സെറ്റായി വന്നിട്ടുണ്ട്. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സും ജ്യൂസും സ്നാക്സും മക്കൾ ആ ഒരു സമയത്ത് കഴിച്ചിട്ട് പോയാൽ പിന്നെ തറാവി നിസ്കരിക്കുക വന്നിട്ട് എന്തെങ്കിലും കഴിച്ചാലായി. എൻ്റെ സ്ഥിതിയാണെങ്കിൽ നിസ്കാര ശേഷം എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നോമ്പ് തുറക്കുമ്പോൾ ഫ്രൂട്ട്സും ജ്യൂസും കുടിച്ച് മഗ്‌രിബ് നിസ്കാര ശേഷം എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് എൻ്റെ കഴിഞ്ഞ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കി ടവലിൽ സെറ്റാക്കി വെക്കും. നോമ്പോറ് എല്ലാവരും ഒരുമിച്ചിട്ട് കഴിക്കും. പിന്നെ അതിന് ശേഷമുള്ള തറാവിക്ക് തറാവി കഴിഞ്ഞ് വന്നാൽ ബാക്കി ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.